ഹായ് ഗൈസ്, പ്രഭാസ് പ്രധാന കഥാപാത്രമായി എത്തിയ അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, കമല ഹാസൻ, പിന്നെ കുറച്ച് മലയാളി നടന്മാർ അഭിനയിക്കുന്ന നാഗ് അശ്വിൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് കൽക്കി 2898 ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ ട്രെയിലറോട് പോവാം. വായോ. ല്ലോ സ്റ്റാർട്ടിങ്ങിൽ അല്ലേ? ఈ భూమి మీద మొదటి నగరం, ఈ వరల్డ్లో చివరి నగరం కాశీ. పైన నీళ్లుంటాయంట. భూమిని మొత్తం పీల్చేస్తే అన్నీ అక్కడే ఉంటాయి. ఈ లోకంలో ఉన్నది కాంప్లెక్స్ ఒక్కటే, దేవుడు ఒక్కడే సుప్రీం యాస్కిన్. నీలాంటోడు ఎంత మందిని రక్షించొచ్చో తెలుసా? నేను రక్షించాల్సిందే ఒక్కడే. 6000 సంవత్సరాల క్రితం కనిపించింది. ఇప్పుడు మళ్ళీ ఆ పవర్ వచ్చిందంటే ఇక వెలుగు వచ్చే సమయం అయింది. ప్రాణంలో ఇంకో ప్రాణం. నువ్విప్పుడు కనపోయేది మామూలు ప్రాణం కాదమ్మా. సృష్టిని నేను కాపాడుతా. దీన్ని ఎలాగైనా ఆపి తీరాలి. పొద్దున్నే ఫైట్ అండ్ బుజ్జి ఎంత మంచి కళ ఉన్నాను తెలుసా? మనం కాంప్లెక్స్ లో ఉన్నామంట. 1 మిలియన్ యూనిట్స్ ఉన్నాయని దగ్గర ఏమీ లేవు. నాలాంటి ఎంతమందికి నువ్వు అక్కడ హీరో తెలుసా? నాతో రా. యూనిట్స్ ఎక్కువ ఇస్తారా? అబద్ధం. నీకు జస్ట్ నువ్వంటేనే ఇష్టం భైరవా. ప్రపంచంలో ఒకటే ఒక సైడ్, నీ సైడ్. భైరవా 5 స్టార్ బౌంటీ. లెట్స్ గో. హై హై, నాకు ఆ అమ్మాయి కావాలి. పాయింట్ ఏంటంటే నేను ఒక్కడనే ఆ అమ్మాయిని తీసుకురాగలను. అంత ష్యూర్? రికార్డ్స్ చూసుకో, ఎంతవరకు ఒక్క ఫైట్ కూడా ఓడిపోలేదు. మీ యుద్ధం మళ్ళీ మొదలైనట్టుంది. ఇది కూడా ఓడిపోను. ఇంకా తొలి ఊపిరి కూడా తీసుకొని ఈ బిడ్డ కోసం ఇంకెంత మంది చనిపోవాలి? కమల హాసన్. భయపడకు, మరో ప్రపంచం వస్తుంది. ഒരു യമണ്ടൻ ട്രെയിലർ ആയിട്ടുണ്ട്. ഹോളിവുഡ് സ്റ്റൈൽ ഒരു സിനിമയുടെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഇതിപ്പോ നമ്മള് മുന്നേ സലാറ് കാണുന്ന പോലത്തെ ഒരു ഇടിപ്പടം ആ ഒരു ഫീൽ അല്ല കേട്ടോ. ഇത് ഭയങ്കരമായിട്ടുള്ള VFXും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഹോളിവുഡ് പടം, സ്റ്റാർ വാർസ് മോഡൽ ഒരു പടത്തിന്റെ ഫീൽ കിട്ടുന്നുണ്ട്. കൽക്കി എന്നുള്ള അവതാരം നമുക്കറിയാം, ദശാവതാരം ലാസ്റ്റ് വരുന്ന അവതാരമാണ്. അത് കലിയുഗത്തിന്റെ ലാസ്റ്റ് വരുന്ന ഒരു അവതാരമാണ്. അപ്പൊ അതിനൊക്കെ കണക്ട് ചെയ്തിട്ടൊരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് കാണാൻ ആകാശം, ഭയങ്കര ക്യൂരിയോസിറ്റി ഉറപ്പായൊരു പടത്തിലുണ്ട്. കൂടാതെ മലയാളത്തിൽ നിന്ന് അന്നാബൻ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ ഉണ്ടെന്നാ പറയുന്നത്. അന്നാബൻ ട്രെയിലർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ കണ്ടില്ല. ശോഭനയെ കണ്ടു, കമലഹാസനെ കണ്ടു, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോണൊക്കെ കണ്ടു. പക്ഷെ അന്നാബനെ കാണാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ ഉണ്ടെന്ന് പറയുന്നത്. ഇത് പ്രഭാസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സിനിമയാണ്. കാരണം മുന്നത്തെ സലാറിലെ സിനിമയിൽ ഭയങ്കര ഒരു കംബാക്ക് പ്രതീക്ഷിച്ച് നമ്മൾ പോയൊരു പടമാണ്. പക്ഷെ പ്രതീക്ഷ അത്രയൊന്നും സലാറിലെ പടം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രഭാസിനും അത്രയൊന്നും ചെയ്യാൻ ആ പടത്തിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറേ പടങ്ങളായിട്ട് പ്രഭാസിന് ഒട്ടും നല്ല സിനിമകളല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പടം ഹിറ്റാണ്. പ്രഭാസിന് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ബാഹുബലിയിൽ കണ്ട ഒരു പ്രഭാസിന്റെ ലുക്ക് ആൻഡ് ഫീൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതേ ഒരു ലുക്ക് ആൻഡ് ഫീൽ ആറ്റിറ്റ്യൂഡ് ഇതിലുണ്ട് കേട്ടോ. ആ ഒരു കോൺഫിഡൻസ് ഈ ട്രെയിലറിൽ ഉടനീളമുണ്ട്. പ്രഭാസിന് ഭയങ്കരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ ഈ ഒരു ട്രെയിലർ കണ്ട് നല്ലൊരു കംബാക്ക് ആണെന്ന് എനിക്ക് ഉറപ്പായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ ട്രെയിലർ. നല്ല മേക്കിംഗ് ആയിട്ടുണ്ട്. യാഷ് അശ്വിൻ എന്ന് പറയുന്നത് മഹാനടി എന്നുള്ള അടിപൊളി സിനിമ ചെയ്ത ഒരു സംവിധായകനും തിരക്കഥാർത്ഥമാണ്. അവരെ കയ്യിൽ നിന്ന് ഒരു പടം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും
പ്രതീക്ഷകളുണ്ട്. അത് കൂടാതെ ഈ ട്രെയിലർ ഭയങ്കര എഫക്ട് ഉണ്ടാക്കിയിട്ട് VFX അടിപൊളിയാണ്. മാത്രമല്ല ആ ഒരു സ്റ്റോറി ടെല്ലിങ് കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരു ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട് ഈ ഒരു ട്രെയിലർ. അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ ഉണ്ട്, അതുപോലെ തന്നെ ദീപിക പദുക്കോൺ ഉണ്ട്. പ്രഗ്നന്റ് ആയ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പ്രസവിച്ച് വരുന്നത് കൽക്കിയാണോ എന്നറിയില്ല. കാരണം അമിതാഭ് ബച്ചൻ പറയുന്നുണ്ട് ഒരു സാധാരണ ഒരു കുട്ടിയല്ല ഇത്, ഞാൻ ഉറപ്പായി കുട്ടിയെ സേവ് ചെയ്യുന്നു അമിതാഭ് ബച്ചൻ ഈ ട്രെയിലറിൽ പറയുന്നുണ്ട്. സോ മേ ബി അത് കൽക്കിയായിരിക്കും. കാരണം കൽക്കിയാണ് കലിയുഗത്തിൽ ഭൂമിയെ രക്ഷിക്കാൻ പോകുന്ന ആള്, അവതാരം എന്ന് പറയുന്നുണ്ട്. സോ സാധ്യതകളുണ്ട്. ഭൈരവ എന്നുള്ള ക്യാരക്ടറായിട്ടാണ് പ്രഭാസ് വരുന്നത്. പ്രഭാസ് ഡബിൾ റോളിലാണെന്നാണ് പറയുന്നത്. അപ്പൊ പ്രഭാസിന്റെ ആയിരിക്കും ഈ കൽക്കിയായിട്ടും വരുന്നതെന്ന് അറിയില്ല. പ്രഭാസിന്റെ മകനായിട്ടാണോ അങ്ങനെയാണോ അറിയില്ല. അപ്പൊ അതുപോലെ തന്നെ കമലഹാസൻ നമ്മൾ ട്രെയിലറിന്റെ ലാസ്റ്റ് കണ്ടിട്ട് നല്ല പഞ്ച് ഡയലോഗ് അടിച്ച് വരുന്നുണ്ട്. അതുപോലെ അന്നാബൻ ഉണ്ടെന്നാ പറഞ്ഞ, ശോഭനെ നമ്മൾ കണ്ടു, ട്രെയിലറിൽ കണ്ടു. ദുൽഖർ സൽമാൻ ക്യാമിയോ റോൾ ഉണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. പക്ഷെ ട്രെയിലറിൽ എവിടെയും അതിന്റെ ഒരു ക്ലൂവോ അതിന്റെ ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. നമുക്ക് കണ്ടു നോക്കാം. എന്താ ഈ മാസം 27 ഇറങ്ങാൻ പോവാണ്. ഭയങ്കര വെയിറ്റിംഗ് ഉണ്ട്. ഉറപ്പായിട്ടും പോയി കാണണം. ഇതേ ഒരു വിഷയത്തെ ആസ്പദമാക്കി ആമസോൺ പ്രൈമിൽ ബുജി ആൻഡ് ഭൈരവ എന്ന് പറഞ്ഞിട്ട് എപ്പിസോഡ് 1 ക്രാഷ് ആൻഡ് ബേൺ എന്ന് പറഞ്ഞിട്ട് ബുജി ആൻഡ് ഭൈരവ സീരീസ് ഉണ്ട് ആമസോൺ പ്രൈമിൽ. ഒറ്റ എപ്പിസോഡേ ഉള്ളൂ. ഇതിന്റെ കഥയായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു തുടക്കം കിട്ടും ഈ സിനിമക്ക് മുന്നേ. അപ്പൊ കാണാത്തവരുണ്ട് കണ്ടു നോക്കണേ. അപ്പൊ അത്രയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം, നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഈ സിനിമയെ നിങ്ങൾ കാത്തിരിപ്പിക്കുന്ന സംഭവം, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്ന് താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂോ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. അത് വരെ ബൈ ബൈ.